ഹായ്, അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് നീലഗിരിയിൽ തന്നെയാണുള്ളത്. നീലഗിരിയിൽ നമ്മളെ തോട്ടത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു ട്രൈബൽ കോളനി ഉണ്ട്. ആ കോളനിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊരുപാട് സുഹൃത്തുക്കൾ ഈ കോളനിയിലുണ്ട്. നമുക്ക് പണിക്ക് വരുന്ന കുറേ ആളുകളുണ്ട്. ഏകദേശം 2008 മുതൽ അവരേറ്റ് പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ സ്ഥിരമായിട്ട് ഈ കോളനിയിൽ വന്നു പോണതാണ്. അപ്പോൾ ചാനലിലൂടെ നിങ്ങൾക്കും ഈ കോളനി നിവാസികളെയും കോളനീൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടു നോക്കിയാലോ. നീലഗിരികളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ഏത് വേനൽക്കാലത്തും പച്ചപ്പരവതാനി വിരിച്ച പോലെ ഈ കുന്നുകളുടെ താഴ്വര സഞ്ചാരികൾക്കെന്നും ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ട്രൈബൽ കോളനിക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കോളനിയിലത്തെ മണിയനുണ്ട്, പിന്നെ നമ്മുടെ ഇബ്രാഹിം ഉണ്ട്. ഞങ്ങളിങ്ങനെ കോളനിക്ക് ഇറങ്ങി പോവാണ്. ഈ വീടിൻ്റെ മുകൾ ഭാഗം കണ്ടോ? മുകൾ ഭാഗത്ത് ഒരു ഷെഡ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് രാത്രി കാലങ്ങളിൽ കിടക്കാൻ വേണ്ടിയിട്ട്. പഴയ ഷെഡ് പൊളിഞ്ഞപ്പോൾ പുതിയതാക്കുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആണുങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മുകളിൽ കിടക്കും. എന്താ വെച്ചാൽ വന്യമൃഗങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണത്. ഇതാണ് അവരെ വീടിൻ്റെ ബാക്ക് ഭാഗമാണിത്. ഇതാണ് ഫ്രണ്ടേജ്. പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്ത വീടാണ് ഇതൊക്കെ. ആദ്യമൊക്കെ ഒരു 8 വർഷം മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ചെറിയ ചെറിയ കുടിലുകളായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പഞ്ചായത്ത് ഇവിടേക്ക് കറണ്ടും പിന്നെ റോഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇപ്പോൾ റോഡായി, കറണ്ടായി, വീടും കുറേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറേ വെക്കാനുണ്ട്. കുറേ പഴയ ചെറിയ വീടുകളായിട്ട് ഇപ്പോഴും ഉണ്ട്. ഒരു ലാറി ഇതാ കയറ്റം കയറി പോകുന്നുണ്ട്. ബാക്കിലൊരു ജീപ്പും ഉണ്ട്. ലാറി വലിമുട്ടിക്കണം, കയറുന്നില്ല. ലാറിയിൽ ഫുള്ള് ലോഡാണ് തോന്നുന്നു. ജീപ്പ് അങ്ങനെ കയറിപ്പോയി. ജീപ്പ് അതാ കയറിപ്പോയി. നമ്മളെ ജീപ്പും ഉണ്ട് കൂടെ. വണ്ടി ഇവിടെ നിർത്തിയതാ. ഇവിടെ ലാറി ഇതാ ലോഡ് മറിഞ്ഞു. കുട്ടികളൊക്കെ നല്ല കളിയിൽ ഏർപ്പെട്ടിട്ട്. ഒരുപാട് നായ്ക്കളുണ്ട് ഇവിടെ കേട്ടോ. ഇതൊക്കെയാണ് ഇവർക്ക് പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്ത വീടുകളാണ്. ഒരു ഓട്ടോറിക്ഷയുണ്ട്. ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇത് വെള്ളം ഒരു ജാതി സാധനമാണ് ഈ വെള്ളം. കൂടുതലാണ്. നമ്മൾ അതാ വയലിലൊരു കുഴി കുത്തിൻ്റെ വെള്ളമാണ് കുടിക്കുന്നത്. ആ കുഴിത്തെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഇപ്പോൾ ഈ കിണറത്തെ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര വാസന ഇതൊക്കെ. ആ കുഴി വേണമെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾ എടുക്കുന്ന കുഴി അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം വെക്കണമൊക്കെ വെള്ളം എടുക്കുന്നത്. കണ്ടനറിയാലോ കളറിൻ്റെ കളർ എങ്ങനെയുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. ഇതാണ് അവർ കുഴിച്ച ഒരു കുഴിയാണിത്. ഇതിൽ നല്ല ഉറവുണ്ട്, നല്ല തെളിനീരാണ്. ഇതാണിപ്പോൾ അവർ കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല തെളിനീരാട്ടാ. ഇത് വറ്റാറില്ല. എല്ലാ സമയത്തും ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കിണറത്തെ വെള്ളം കുടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ ചെറിയൊരു കുളം പോലെ കുത്തിയിട്ട് ഇവിടുത്തെ വെള്ളമാണ് ഞങ്ങളെടുത്ത് കുടിക്കുന്നത്. ഇത് നല്ല വെള്ളമല്ല? ഇത് നല്ല വെള്ളമാണ്. ഇത് ഭക്ഷണം വെക്കാനൊക്കെ തന്നെ? ഭക്ഷണം വെക്കാൻ ഇതാണ് എടുത്തിട്ട് പോകുന്നത് നമ്മളിപ്പോൾ. കുടിക്കാനൊക്കെ ഈ വെള്ളം വറ്റൂലല്ലോ? അതെപ്പോഴും വറ്റൂല. ഇതെന്നും ഉണ്ടാവും? ഇത് എന്നും ഉണ്ടാവും. പഞ്ചായത്തുകാരുടെ അടുത്ത് കുറേ കംപ്ലൈൻറ്റ് ചെയ്ത് ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കിണർ ഓല് ശരിയാക്കി തരും. ഇവരുടെ കോളനിൻ്റെ തൊട്ട്
പുറകിലായിട്ട് തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ പുഴയിലാണ് ഇവർ ഡ്രസ്സ് അലക്കലും ഇവർ കുളിക്കലൊക്കെ. ഇതും ഏത് വേനൽക്കും വെള്ളം ഉണ്ടാവും. നല്ല വർഷക്കാലത്തൊക്കെ ഭീകരമായിട്ടാണ് ഇതിൻ്റെ ഒഴുക്കുണ്ടാവാറ്. നല്ല കുത്തൊഴുക്കാവും. ഒരു ആട്ടും കൂട് നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ. ആട്ടും കൂട്, നല്ല നാടൻ കോഴിക്കളുണ്ട്. ആട്ടും കൂടൊക്കെ മരങ്ങളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുറത്തിട്ട് കൊണ്ടാണ് ഒരു കൊട്ട കണ്ടില്ലേ, ആടുകൾക്ക് കയറാനുള്ള കോണി. ഒരു ഊഞ്ഞാലുണ്ടാക്കിയിട്ടുണ്ട് സാരിയേറ്റ്. പിന്നെ വലുതാ ഇഞ്ചി പറിച്ചു കൊടുന്നിട്ട് അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിരിക്കണം. അടുത്ത പ്രാവശ്യം നടാനാവും നല്ല വിത്തുകൾ. ഇനി നമുക്ക് ഇവിടുത്തെ ഊരുമൂപ്പനെ പരിചയപ്പെടാം. ബൊമ്മണ്ണെ കണ്ടിട്ട് കുറേ കാലമായല്ലോ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കോളനിയിൽ. പക്ഷെ നിങ്ങളെ ചോദിച്ചാൽ നിങ്ങളെ കാണില്ല. ആ, ഞാൻ ചോദിക്കലുണ്ട്. ചെക്കന്മാരൊക്കെ നിങ്ങളെ മകനൊക്കെ കണ്ടാൽ ചോദിക്കലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അമ്പിളിമേല ഉത്സവത്തിന് അവിടുന്ന് കണ്ടിരുന്നു, അപ്പോഴും ചോദിച്ചിരുന്നു. ആ ശരി, ഞങ്ങൾ പോട്ടെ. അപ്പോൾ മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് തേൻ കിട്ടി. ഇവരടുത്തുനിന്നാകുമ്പോൾ എന്നറിയാം, ഞാൻ എല്ലാ വർഷവും ഇവരടുത്തുനിന്ന് തേൻ വാങ്ങിക്കൊണ്ടാറുണ്ട്. അപ്പോൾ ഇവരടുത്തുനിന്ന് വിശ്വസിച്ചിട്ട് വാങ്ങാം. നല്ല തേൻ, ഒറിജിനൽ തേൻ. ഇത് കണ്ടോ, ഇവരൊരു തികച്ചും വ്യത്യസ്തമായ വേറൊരു ആചാരമാണിത്. ഒരു പെൺകുട്ടി, 14 വയസ്സായ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ അവരാക്കും. ഒരു ചെറിയ വാതിലുണ്ടാവും. ഇപ്പം ഈ കോളനി നിവാസികൾക്കൊന്നും ഇനി കുളിക്കുന്നത് വരെ ഈ കുട്ടിനെ കാണാൻ കഴിയില്ല. ആഹാരമൊക്കെ അതിൻ്റെ ഉള്ളിൽ കാക്കി കൊടുക്കും. അവിടെ 2 പേര് കാവൽ കിടക്കുന്നുണ്ട്. പിന്നെ ബാത്റൂം ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ബാത്റൂമിലൊക്കെ പോകേണ്ട ആവശ്യം വന്നാൽ എല്ലാവരും മാറിക്കൊടുക്കും. ബാത്റൂമിൽ പോയി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറും. പിന്നെ കുളിച്ച് കഴിഞ്ഞാലാണ് ഇവർക്ക് പിന്നെ എല്ലാവരുമായിട്ട് കാണാനും വീട്ടിൻ്റെ അകത്തേക്ക് കയറാനൊക്കെ പറ്റുള്ളൂ. ഇതാണ് ബാത്റൂം, കക്കൂസ്, കുളി റൂമൊക്കെ ഉണ്ട്. ഇതിലേക്ക് ആ കുട്ടി വരും, പോകും. ആഹാരമൊക്കെ ആ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും, പ്ലേറ്റിലാക്കിയിട്ട്. അത് ഇവരുടെ ഒരു ഗോത്ര ആചാരമാണ്. പിന്നെ ഒരു വീട് കണ്ടോ, ഇതേപോലത്തെ വീടുകളായിരുന്നു ഇവിടെ ആദ്യം ഫുള്ളായിട്ടുണ്ടായിരുന്നത്. പിന്നീട് പഞ്ചായത്ത് ഓരോരുത്തർക്കും ഓരോ വീട് പാസ്സാകുമ്പോൾ അങ്ങനെ പുതിയത് കെട്ടിക്കൊടുക്കും. ഇതൊരു കട്ടിലാണ്, മരത്തിൻ്റെ കട്ടിൽ. ചുമരുകളൊക്കെ കണ്ടില്ലേ, വരമ്പ്, മുള, ഓട കൊണ്ടൊക്കെ ചീന്തിയെടുത്തതാണ്. ഒരടുപ്പ്. ഇതൊരു വീടാണ്, ഒരു ഫാമിലി താമസിക്കുന്ന വീട്. കുട്ടികൾ ഊഞ്ഞാലാടണം സാരി കൊണ്ട്. വേറൊരു വീട്. ഈ വീടും പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ പഞ്ചായത്ത് ഫുട്പാത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. കണ്ടോ വീട്. ഒരു നായക്കുട്ടി ഉണ്ട്. നായക്കുട്ടിക്ക് നമ്മളെ പരിചയമില്ലാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് കുരച്ച് ചാടുന്നത്. വലിയ നായ്ക്കൾക്കൊക്കെ നമ്മളെ പരിചയമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരണമുണ്ട്. വലിയ നായൊന്നും കൊണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് വീട്. കണ്ടോ, ഇവർക്കും പഞ്ചായത്തിൻ്റെ വീട് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഇവരും മാറും. പക്ഷേ പഴയ കാലത്തൊക്കെ ആദ്യമൊക്കെ എല്ലാ വീടും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വീടുകളെ ഇങ്ങനെ ഉള്ളൂ, ബാക്കിയൊക്കെ പഞ്ചായത്തിൻ്റെ വീടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാ മൂപ്പര് മീൻ പിടിക്കാനുള്ള വല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വീട്. ഇപ്പോൾ ഈ വീടിന്മേ ഉള്ള ഈ മരം എന്താണെന്ന് വെച്ചാൽ കാപ്പിൻ്റെ കൊമ്പുകളാണ്. കാപ്പിൻ്റെ കൊമ്പുകൾ കാപ്പിൻ്റെ കൊമ്പുകൾക്ക് നല്ല ഉറപ്പുണ്ടാവും. അത് വെട്ടിക്കൊടുന്നുകൊണ്ട് ഇങ്ങനെ കുത്തനെ കെട്ടിയിരിക്കുകയാണ്. ഇതാണ് ചുമരായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചുമരുമ്മൽ മണ്ണേറ്റ് തേമ്പണുണ്ട്. ഉള്ളിൽ കണ്ടോ, മണ്ണേറ്റ് തേമ്പിയിട്ടുണ്ട്. ഈ മണ്ണ് തേച്ച് പിടിപ്പിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഈ മഴക്കാലത്തൊക്കെ ശീതലടിച്ച് വരും. അപ്പോൾ കിടക്കണ ഭാഗത്തേക്ക് ശീതലടിക്കാതിരിക്കാനാണ് അവർ ഹാഫ് ചുമരായിട്ട്
ആ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. മുകൾ ഭാഗത്തു കൂടെയൊക്കെ വരും, ശീതലൊക്കെ വരും. പക്ഷേ വേനൽക്കാലത്ത് കിടക്കാൻ നല്ല സുഖമാവും, കാരണം നല്ല തണുപ്പുണ്ടാവും. മുകൾ ഭാഗത്തൊക്കെ പനൻ്റെ ഓലൊക്കെ വെച്ചിട്ടാണ് മറച്ചിട്ടുള്ളത്. ഇത് ഓട കൊണ്ട് ഒരു വാതിൽ. ഇപ്പോൾ ഇവർ കിടക്കണ റൂമും അടുക്കളയൊക്കെ ഒരുമിച്ചിട്ട് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 ഫാമിലിയാണുള്ളത്. ഇത് ഒരു ഫാമിലീൻ്റെ അടുക്കളയാണ് ഇതുള്ളത്. അവർ കിടക്കണ റൂം ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ആ കട്ടിൽ. പിന്നെ അടുത്തൊരു ഫാമിലിയും കൂടി ഇതിലുണ്ട്, അതും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവർക്ക് സെപ്പറേറ്റ് അടുക്കള, കട്ടിൽ. ഓക്കെ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഇവർക്കും ഇതൊരു ജീവിതം തന്നെയാണല്ലോ. നമ്മളെപ്പോലെ മരണം വരെ ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കേണ്ട മനുഷ്യർ തന്നെയാണ് ഇവർ. നമുക്ക് എന്താ, വീടിനകത്ത് എത്ര ടോയ്ലറ്റ് ഉണ്ട്, എത്ര അടുക്കള സെപ്പറേറ്റ്, റൂമുകൾ സെപ്പറേറ്റ്, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മളൊക്കെ. ഇതും മനുഷ്യർ തന്നെയാണ്. ഇവരും മരണം വരെ ജീവിച്ച് തീർക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്വർണം അരിച്ചെടുക്കുന്ന ഒരു പാത്രമാണിത്. പാത്രം എന്ന് വെച്ചാൽ ഇത് മരത്തിൻ്റെയാണ്. അത് അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു തരും. ഡോർ നമ്പറൊക്കെ കരിയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഫാമിലി, ഉള്ളിലൊരു ഫാമിലി. ഇതാ മണ്ണ് കൊണ്ട് തേച്ച് പിടിപ്പിച്ചതാണ്. ഇതിന് മുകളിൽ കണ്ട ഓല മേഞ്ഞതാണ്. ഇതാണ് വാതിൽ. ഇത് രാത്രിയിൽ ഇവിടെ വെറുതെ കുത്തിച്ചാരി വെക്കും. പിന്നെ ഇവർക്ക് വന്യമൃഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, ആനയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ നായ്ക്കൾ കുരക്കുമ്പോൾ അറിയും. നായ്ക്കളാണ് ഇവരെ കാവൽക്കാർ. മുകളിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കാതിരിക്കാൻ ടാർപോളിനാണ് ഇട്ടിട്ടുള്ളത്. എന്താണ് ഓരോ ജീവിതങ്ങൾ കണ്ടില്ലേ. കാട്ടിനുള്ളിലാണിത്, എത്രയോ ഉൾക്കാട്ടിലാണ്. എന്നും വന്യമൃഗങ്ങളെ ശല്യങ്ങളുണ്ടാവും. ഇവർ കുറേ ആണുങ്ങളുണ്ട്, അപ്പോൾ അവരെല്ലാവരും കൂടി ആട്ടും. ഇത് വന്നാൽ ഇതിപ്പോൾ എന്താണ് സാധനം? ഇത് എന്തിനുള്ളതാണ്? സ്വർണ്ണം അരിക്കാൻ. ഇതിപ്പോൾ എങ്ങനെ പുഴയെന്ന് എന്താ കാട്ടുക? പുഴയെന്ന് എന്താ അടിക്കല്? മണലെടുത്തിട്ട് അരിക്കാം. മണലെടുത്തിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ അരിക്കുക അല്ലേ? ഇത് മരല്ലേ? ഇതെന്ത് മര? അത് ഉദ്രാസോ? അപ്പോൾ ഇത് പൊട്ടി പോകുന്നില്ല? പൊട്ടി പോകുന്നില്ല. 10-20 കിലോ വെയിറ്റ് എടുക്കാം. 20 കിലോ ഇതിലെടുക്കാം. 20-25 കിലോ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ അരിച്ചെടുക്കല? അങ്ങനല്ല, ഇങ്ങനെ പിടിക്കാം. അങ്ങനെ അരിക്കല്ലേ? ഇതിന് ഇത് ഒരൊറ്റ തടിൻ്റെ, ഒരൊറ്റ മരത്തിൻ്റെ ഇത് ജോയിൻ്റ് ഒന്നും ഇല്ലല്ലോ? ജോയിന്റ് ഉണ്ടെങ്കിൽ അറിയാലോ. അതെ, ജോയിൻ്റ് ഇല്ല. ഇത് മരത്തിന്റെ പൊട്ടാണ്. കാരണം വെയിറ്റും ഇല്ല. ഇത് ഇങ്ങനെ അരിച്ചിട്ട് നിങ്ങൾക്ക് സ്വർണം കിട്ടുമോ? എന്താ കട്ടുക? കൊണ്ട് കൊടുക്കും. ഇത് പിന്നെ ഇത് മില്ലില്ലേ ഇത് അരക്കണേ? ഈ മണല് ദേവാലയൊക്കെ കാണാലോ. ഇത് തന്നെ മില്ല് നിങ്ങൾക്ക്. നിങ്ങൾക്ക് മില്ല് ഇതാണ്. അല്ലാത്തവര് അവിടെ ഉള്ളവരൊക്കെ കുയ്യെടുത്തിട്ട് അത് മില്ലിൽ കൊണ്ടുപോയിട്ട് അത് മില്ലിൽ കൊണ്ടുപോകും. ഞങ്ങൾ ഇതിന് തന്നെ അരിക്കാം. ഒരു ദിവസം എങ്ങനെ ഒരു 500 റുപ്യന്റെ പണിയെടുക്കാം. 500 ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു 500 റുപ്യന്റെ പണിയെടുക്കാം. എന്നിട്ട് നിങ്ങൾ എവിടെ കൊണ്ടു കൊടുക്കല്? നാടുകാണിയില്ലേ? ഒരു ദിവസം ഒരാൾ മെനക്കെട്ട് നിന്നിട്ട് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 500 റുപ്യന്റെ പണിയൊക്കെ കിട്ടുള്ളൂ അല്ലേ? 500 നിങ്ങൾക്ക് എന്താ ഇത് മണലല്ലേ കിട്ടുക? അതിൽ നിങ്ങൾക്ക് സ്വർണം കാണാനൊന്നും പറ്റില്ല. വലുത് കട്ടൊന്നും കാണാൻ പറ്റില്ല. പൊടി മാത്രം. ഇത് എന്നിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കല്ലേ? അതിൽ രസം ഉണ്ടാവും, രസം കൂട്ടി കൊടുക്കാം. ഇതാണ് നോക്കി നിങ്ങൾ സ്വർണ്ണം ഇരിക്കണേ. ഇതിൽ പിന്നെ പുഴയത്തെ ആ ഒലിച്ച് വരുന്ന മണൽ ഇതിലെടുത്തിട്ട് എന്ത് ചെയ്യല്? ഇവർ കുറേ എടുക്കും. കലക്കിയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുക? 500 റുപ്യ കൂലിക്കുള്ള സാധനം ഇവർക്ക് കിട്ടുള്ളൂ. ഇവരിത് കൊണ്ടുപോയിട്ട് പുറത്ത് കൊടുക്കണവർക്ക് 500 റുപ്യ കിട്ടുള്ളൂ. ഒരാൾ ഒരു ദിവസം ഫുള്ളായിട്ട് നിന്നു. ഇതാണ് ഓരോ ജീവിതങ്ങൾ കണ്ടില്ല ഞങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയാണ് സ്വർണം കിട്ടുന്നത് നമുക്ക്. ശരിതാ എത്തച്ചാൽ.
ഞാൻ ഇപ്പോൾ ഇതിൻ്റെ പണി നിർത്തി കുറേ ദിവസമായി സാന്തിക്ക് എസ്റ്റേറ്റ് പണിയില്ലാത്തുമ്പോഴല്ലേ ഇത് എടുക്കൽ? പുറത്ത് തോട്ടത്തിലുള്ള പണികളൊക്കെ ഇല്ലാതാവുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് പോയാലാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, എന്നാൽ ഞങ്ങൾ പോട്ടെ. ശരി. അപ്പോൾ നായ്ക്കളൊക്കെ ഇതാ അവർ സൈലൻ്റായി, നമ്മളായിട്ട് പരിചയമായി, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അവർ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.